8. ചീന്തിപ്പോകുന്ന തൊപ്പികൾ. ഒരിക്കൽ തോമസിന്റെ മകൻ പറഞ്ഞു, അപ്പൻ മദ്യപിക്കാൻ എന്തെങ്കിലും അടിസ്ഥാന കാരണമുണ്ടാകും. അടിസ്ഥാന വർഗമൂല്യങ്ങളെ ചിന്തിച്ച ഒരു കാരണവരായ മാത്യുവിനെ മനസ്സിലോർത്ത് തോമസ് ചോദിച്ചു, അതെന്തെന്നാ മോനെ? അവൻ സ്വയം പറഞ്ഞു, ആന്തരിക മുറിവുകൾ ഉള്ളവർ സ്വയം കണ്ടെത്തുന്ന രക്ഷയാണത്. ഓ, എന്താണ് ഈ ആന്തരിക മുറിവ്? അവൻ പറഞ്ഞു, വൈകാരിക തലത്തിൽ ചെറുപ്പത്തിൽ ഏൽക്കുന്ന ആഘാതങ്ങൾ പുറമേ കാണില്ല, അകത്ത് രൂപപ്പെടും. മനഃശാസ്ത്ര നിരൂപണ രംഗമോർത്ത് തോമസ് ചോദിച്ചുപോയി, പിന്നെ? മോൻ പറഞ്ഞു, അവകളെയാണ് ആന്തരിക മുറിവുകൾ എന്ന് ബോധമുള്ളവർ വിളിക്കുന്നത്. ബോധമുള്ളവരെ നിരന്തരം ഓർത്തുകൊണ്ട് തോമസ്, ഓഹോ, അതുകൊണ്ട്? അവൻ ദേഷ്യത്തിൽ പറഞ്ഞു, അതുകൊണ്ട് അപ്പൻ ഒന്ന് നന്നായി കുമ്പസാരിച്ചാൽ ആ മുറിവുകൾ ഉണങ്ങും. വൃത്തികെട്ട മദ്യപാനശീലം മാറും. നമ്മുടെ കുടുംബത്തിൽ സമാധാനമുണ്ടാകും. തോമസ് ഒന്നും പറഞ്ഞില്ല. ദൈവസൃഷ്ടികളെ അണലികളുടെ സന്താനങ്ങൾ എന്ന് വിളിച്ച് ദൈവത്തെ അണലിയാക്കുന്ന വിഷചികിത്സ അറിയാത്ത വിഡ്ഢികളെ ചിന്തയിൽ ചേർത്ത് വെച്ച് നിശബ്ദനായി. കടുത്ത ഏകാന്തതയിൽ തണുക്കുമ്പോൾ മകൻ സന്തോഷത്തോടെ പറഞ്ഞു, കണ്ടോ, അപ്പന് മിണ്ടാട്ടം മുട്ടി. ദൈവമേ, അവൻ്റെ ദൈവം അണലി പോലെ എന്നെ കടിക്കുന്നു, അതിന് അവൻ്റെ ദൈവത്തോട് പൊറുത്താലും എന്നൊന്നും തോമസ് പ്രാർത്ഥിച്ചില്ല. പ്രസംഗം കേട്ടിരിക്കാനുള്ള നേരം പോക്ക് ദൈവത്തിന് തോന്നുകയില്ലല്ലോ. തോമസ് നിശബ്ദനായത് മറ്റു പലതും ഓർത്താണ്. കണക്കെഴുത്തുകാർ നിശബ്ദരാവുന്നത് കണക്കുകൾ പൊളിയുമ്പോഴാണ്. കാൽ ഒടിക്കുന്ന തകർച്ചകൾ തിരിച്ചറിവിലേക്കെത്തുന്ന കർമ്മങ്ങൾ ആണ്. ചീന്തിപ്പറയുന്ന തൊപ്പിയിലെ നിറം കെട്ട തൂവൽ ആണ്. ഒരു തൂവൽ കൊണ്ട് തോമസിനെ വീശിക്കൊണ്ടിരിക്കുമ്പോൾ പാരമ്പര്യത്തിന്റെ വലിഞ്ഞ പേശികളിൽ ദാമോദരൻ ചിരിച്ചുകൊണ്ടു നിൽക്കുന്നു. സത്യശീലന്റെ മുൻമുറകൾ ബുദ്ധിയുടെ ഇടുങ്ങിയ അറവുശാലയ്ക്ക് മുന്നിൽ ബോർഡ് തൂക്കുന്നു, വ്യഭിചാരശാല. കാലം നിശബ്ദതയുടെ തോന്നലിൽ ആർപ്പുവിളി പോലെ പൊട്ടിവിരിയുന്നു. കഴിഞ്ഞ ഈസ്റ്ററിന് തോമസിന്റെ മുറ്റത്താണ് ഏറ്റവും വലിയ മേശപ്പൂ വിരിഞ്ഞത്. അത് അവന്റെ വിശ്വാസത്തിന്റെ ഭാഗമേ അല്ല, പാരമ്പര്യം, വെറും ആചാരമാണ്. ആചാരത്തിൽ പറഞ്ഞു വരുന്ന മല്ലന്റെയും മാദേവന്റെയും കഥയിലെ തടിയനും എല്ലനും കടലു കാണാൻ പോയി. കപ്പലിൽ ഇരുന്ന് അവർ പറഞ്ഞു, ഇതൊന്നും കടലല്ല, ബോട്ടിൽ പോകാം. മാദേവന്റെ ബുദ്ധി പ്രകാശിച്ച സന്ദർഭം. മല്ലൻ പറഞ്ഞു, ബോട്ടിന്റെ കെട്ടൊക്കെ ഞാൻ ഒറ്റയ്ക്ക് പൊട്ടിച്ചോളാം. പറയലും പൊട്ടിക്കലും ഒപ്പം കഴിഞ്ഞു. അതത്രേ കേൾ വിപതി ധൈര്യം. ബോട്ടിൽ അവർ കടലു നോക്കി നടന്നു. ഏറെ ദൂരം യന്ത്രം തിരിച്ചു തളർന്ന് മാദേവൻ പറഞ്ഞു, ഡാ, ഇത് കടലല്ല, വെറും വെള്ളം. നമുക്ക് വഞ്ചിയിൽ പോകാം. ബോട്ടിൽ ഒരുക്കി വെച്ചിരുന്ന വഞ്ചിയിൽ അവർ വീണ്ടും കർമ്മം തുടർന്നു. കപ്പലിനെ മുക്കിക്കൊല്ലാൻ പ്രാപ്തിയുള്ള കേവലം ഒരു ബിംബം മാത്രമാണ് വഞ്ചി. മണ്ണാങ്കട്ടയും കരിയിലയും ചെയ്ത പോലെ അവർ ഒരുമിച്ച് സഹകരിച്ചു. കടലിലെ വെയിൽ മഴ പോലെയും മഴ വെയിൽ പോലെയും അലങ്കാരം തോന്നിച്ചു. വെളുത്ത തിമിംഗലങ്ങളോ കടുത്ത തിരകളോ വന്നെത്താതെ തന്നെ കഥാപരിചയം കൊണ്ട് വഞ്ചി പിളർന്നു. കഷ്ടം, മാദേവൻ ഓർത്തു. ദൈവമേ, മല്ലന് നീന്തൽ അറിയില്ലല്ലോ. പാവം. പാവത്തിന് നീന്തൽ അറിയില്ലായിരുന്നു. തീറ്റ കഴിഞ്ഞു കുടിക്കുന്ന വെള്ളത്തിന്റെ കുടം കണക്ക് കൂട്ടി അവൻ
വെള്ളം കുടിച്ചു. പിന്നെ ഒറ്റമുങ്ങൽ. വീണ്ടും പൊങ്ങിയില്ല. അത് കണ്ട് സമാധാനിച്ച് മാദേവൻ നീന്തി തുടങ്ങി. പ്രവൃത്തിയും അതിനുവേണ്ട ഊർജവും കൃത്യം കണക്ക് കൂട്ടി. 100 അടി. പിന്നെ ഒരു ഗ്ലാസ് ഉപ്പുവെള്ളം. വെറുതെ, നാരങ്ങ പോലും പിഴിയാതെ. 100 അടി. ഒരു ഗ്ലാസ് ഉപ്പുവെള്ളം വീണ്ടും. പിന്നെയും കഷ്ടി 100 അടി. ക്ഷീണം. അതിനു വഴങ്ങാത്ത വാശിയാണ് ബുദ്ധി. അത് അടിക്കണക്ക് തികയ്ക്കുന്നു. കഷ്ടം, ഡോൾഫിനു പകരം നീർനായകളോ സ്രാവ് പോലുമോ വരുന്നില്ല. പിന്നെയും കുടിച്ചു. മൂക്കുമുട്ടെ, ശ്വാസം മുട്ടി, പേശികൾ വലിഞ്ഞ് വെള്ളം കയറിയ നട്ടെല്ലിൽ പിടിച്ച് മാദേവൻ താഴെ എത്തുമ്പോഴേക്കും മല്ലൻ അവിടെ വീർത്തു കിടക്കുന്നു. കിടന്ന കിടപ്പിൽ അവൻ പറഞ്ഞു, നിരന്തരം ജയിക്കുന്ന പൊട്ടാ, നിന്നേക്കാൾ മുൻപേ ഞാൻ വീർത്തു പൊട്ടും. എന്നെ നീ മണ്ണാങ്കട്ടയാക്കി. വിഡ്ഢി, നീ കരിയില പോലും ആയിരുന്നില്ല. നിന്നോട് പറയുന്നതിലും നല്ലത് മദാനയെ റബ്ബർ ബാൻഡിൽ ഇടുന്നതാണ്. ഒരു വഞ്ചി, ഒരു ബോട്ട്, ഒരു കപ്പൽ, പിന്നിൽ കടലിൽ ആഴുന്ന ചന്ദ്രശേഖരന്റെ സ്വർണ്ണക്കൊലുസ് പോലെ പഴയൊരു തൊപ്പി. കവിത അതിനെയാണ് ചീന്തേണ്ടത്. അപ്പൻ ചെയ്തു കൊടുക്കുന്ന ഉപകാരത്തിന് മക്കളെ പറ്റിക്കുന്ന വിഡ്ഢിയാണ് പാരമ്പര്യം. പരമ്പരിത രൂപകം പോലെ കടുത്ത വൃത്തികേടിൻ്റെ ഒരു അലങ്കാരം. ചീന്തിപ്പോകുന്ന പഴയൊരു തൊപ്പി.